ബൈനോക്കൽ ടോക്സിന്റെ ഒരു പുത്തൻ റെസിപ്പി അല്ലേ, ഇത് പണ്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഫ്ലേവർ മാറ്റാതെ ഒരു ചിക്കൻ കറി ഞങ്ങൾ നോക്കാൻ പോയി. അപ്പൊ എല്ലാവരും വാ, ഇത് കണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് ഇരിക്കണേ. സാധാ ചിക്കൻ കറിയുടെ എല്ലാ സാധനവും ഉണ്ട്. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് എല്ലാം കണ്ടല്ലോ. ഇനി നമ്മളിതിനെ റെഡിയാക്കാൻ പോവാം. വാ, ഫ്ലേവർ മാറ്റും ചിക്കൻ കറി. മതേച്ച കീച്ചേക്കാം. ഓക്കെ, കീച്ചിക്കോ. കടുകൊന്നും നമ്മളിപ്പോൾ പൊട്ടിക്കുന്നില്ല കേട്ടോ. കടുക് പൊട്ടിക്കുന്നത് ഫ്ലേവർ ഒട്ടും പൊട്ടിക്കുന്നില്ല. ആദ്യം നമ്മൾ ഇതിനെ വഴട്ടാനുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കടുകൊക്കെ പിന്നെ നമ്മൾ ജീരകം അല്ലെങ്കിൽ രണ്ട് ഭംഗിക്ക് നല്ല കറുവ കഷ്ണം കണ്ട അതിട്ടു. മുളക് ചെറുതായിട്ട് വാടട്ടെ കേട്ടോ. തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം. അവിടെ മാറി നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നമ്മുടെ എല്ലാ കറികളും. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ചേർക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ സ്പെഷ്യലുണ്ട് കേട്ടോ. പുള്ളി ആളിൽ വടക്കന ഹിമാലയൻ സോൾട്ട്. ഇനി ഇവനെ ഒന്ന് ചെറുതായിട്ട്, വലുതായിട്ടൊന്നും മൂപ്പിക്കുന്നില്ല, ചെറുതായിട്ട്. ബാക്കി നമ്മൾ വരും വഴി രണ്ട് കണഞ്ചട്ട ഇരിക്കുന്നുണ്ടോ. ഇതമ്പനെന്നറിയോ, ഈ സ്റ്റൗ അങ്ങോട്ട് തള്ളിപ്പോയിരിക്കാൻ പറ്റേക്കുന്നതാണ്. കാരണം പലർക്കും വീതി വ്യത്യാസമാണ്. കട്ടയൊക്കെ ചില ആൾക്കാർ ഇതേ പൊതിഞ്ഞ് തുണിയിലൊക്കെ പൊതിഞ്ഞ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കും. ഇതാകുമ്പോൾ ഒന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ അടുത്ത കളയാ, അടുത്ത പുത്തൻ ചിരട്ട വെക്കുക. വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്. വേണ്ടിട്ടുള്ളൂ കണ്ടല്ലോ. നമ്മുടെ മഞ്ഞപ്പൊടി, മുളക്, ഇത് കാശ്മീരിയും ഇതും കൂടെ പൊടിച്ചു വെച്ചേക്കുന്ന കേട്ടോ. നമ്മുടെ സാധനം ഒത്തിരി ഇടല്ലേ, നമുക്ക് വേറെ കലാപരിപാടികളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് തീ കുറച്ച് വെച്ചോണം, ഇല്ലെങ്കിൽ. പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് മതി. ഈ കണക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇത് കഴിക്കാൻ ഉണ്ടാക്കണതാണ്. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ആവശ്യത്തിന് സാധനങ്ങൾ ചേർത്തോണം. സാധനത്തിന് ഒരു കുറവും വരത്തില്ല. അതെ, നിങ്ങൾ ആവശ്യത്തിന് ചേർത്തോണം. ചിലർക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ടാവും, ചിലർ കൂടി ചേർക്കുന്നുണ്ടാവും, ചിലർ മുളക് പൊടി ഇത്രയും മതിയാവും, ചിലർ ഇത്രയും മതിയാവും. അതുകൊണ്ട് അത് നിങ്ങൾ ഇഷ്ടപ്രകാരം ചേർത്തോണം. വീഡിയോയ്ക്ക് ചില നിങ്ങളെ കാണാൻ കളയരുത്. ഇത് കേട്ടല്ലോ, ഇത് ചിക്കൻ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ അതിനകത്ത് നൂരിയെടുത്താൽ. ഇതിനെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടേച്ച് ഇതിനകത്ത് ഒത്തിരി അതൊക്കെയല്ലേ. ഒത്തിരി അരച്ച് കഴിഞ്ഞാൽ പൊടി ചിക്കൻ അതിനകത്ത് ഇടും. അതുകൊണ്ട് ചെറുതായിട്ട് ഇതിന് മാത്രം, ഇവനെ മാത്രം ചെറുതായിട്ട് പൊട്ടിച്ച് ഇതാണ്ടല്ലോ സാധനം ചതച്ച് നമ്മൾ ഇങ്ങനെ കറിക്കകത്തിടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് വേറൊരു ടേസ്റ്റ് വരും. ശ്രദ്ധിക്കണം കേട്ടോ. 2 പീസ് എടുത്ത് ചതച്ച്, ഒത്തിരി ചതക്കല്ല. കാരണം പിള്ളേരെ കഴിക്കുമ്പോൾ അതിനകത്ത് കുരുകുരാന്ന് ചെയ്യണം. അതുകൊണ്ട് ചതക്കേ ഉള്ളൂ, ഇത് വിട്ടുപോകരുത്. പിന്നെ പിള്ളേർക്കൊക്കെ നമ്മൾ കറി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ചിക്കൻ ഇത് നമ്മുടെ കുരു കളഞ്ഞത്, കുരു ഒരിക്കലും വീണ്ടും നോക്കിക്കോണം. കുരു കളഞ്ഞ് വെച്ചാൽ നമ്മുടെ നാരങ്ങ അല്ലെങ്കിൽ തൈരാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ. ശകലം മതി. നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് കളർ വെക്കണം. ആഹാ, തീ ഉറച്ച് വെച്ചാണ് കേട്ടോ. ഇല്ലെങ്കിൽ തീ ഉറച്ച് വെച്ചില്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. ഇപ്പോൾ പറ്റിയതാ, അല്ലാണ്ട് കഴിഞ്ഞു പോകുന്ന നല്ല പ്രശ്നം. ഇല്ല, കയ്യും പൊള്ളും. തൈ ഞാനാണ് നടൻ, ശരിക്കും നടൻ. ഇത് കണ്ടല്ലോ, എല്ലാ സാധനവും ഇളകി മിക്സാണ്. എന്നിട്ട് നല്ല പച്ചവെള്ളം ഒരു ശക്കല ഒഴിക്കണം. നമ്മൾ സാധാരണ നമ്മളിത് ചിക്കനെ നെയ്ക്കകത്ത് കഴിച്ചിരിക്കണം. അല്ല, നമ്മളിത് ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് കഴിക്കണേ. മണത്തിന് കുറവൊന്നുമില്ലല്ലോ. മണത്തിന് കുറവൊന്നുമില്ലല്ലോ. സൂപ്പറാണ് വരുന്നത്. കളറുണ്ട്. തേവയാണ് കളറില്ല. ഇത് പോതും. പിന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാം. കൊഞ്ചമാന തണ്ണി, ഇച്ചിരി വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം പിന്നെ ഉണ്ട്. ഇട്ട് നോക്കി ഇത് കറി സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കളറൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. കളറൊക്കെ ഇപ്പോൾ സെറ്റാക്കി തരും. അതുകൊണ്ട് പ്രത്യേകം നോക്കണം. ഉപ്പുണ്ട്, ഓക്കെ. എരിവുണ്ട്, എരിവ് ഇനി ചേർക്കാനുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റാണ്. ഓക്കെ, ഇത് വിടുന്നൊരു വേട്ടെ, ഒരു 15 മിനിറ്റ് അങ്ങോട്ട് വേട്ടെ. അവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇട്ട് ഇളക്കല്ലേ കേട്ടോ, ചിക്കൻ പൊടിഞ്ഞു നോക്കിക്കോട്ടെ. വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ, സെറ്റാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതിരിക്കട്ടെ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. വാ.
മൊത്തയച്ചാ ധൈര്യമായിട്ട് ഉണ്ടാക്കാനറിയാം. തീ കയറും കരിഞ്ഞു പിടിക്കുമെന്ന് ടെൻഷൻ വേണ്ട. ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടോ, ശക്കര എണ്ണ ഒഴിക്കാവുള്ളൂ. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കാനുള്ളതാണ്. ഇത്ര മതി. ഇനി ചെയ്യാൻ പോണ പരിപാടിക്കകത്ത് വേണ്ട സാധനങ്ങൾ കണ്ടോണം. ഇത് നമ്മൾ ലാസ്റ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. മല്ലിയിലയും കരിയാപ്പിലയും ഇതിപ്പോൾ ഇതിനകത്തിടും. ഇത് കണ്ടോ, മുളക് ചതച്ചത്, കുരുമുളക് പൊടി, തേങ്ങ, ചെറിയ ഉള്ളി. ഇതാണ് നമ്മൾ ഫ്ലേവർ വേണമെന്ന് പറഞ്ഞു. മറ്റേ ഗാർലിക് ചിക്കൻ, ജിഞ്ചർ ചിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടല്ലോ. നമുക്ക് ഈ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. നമ്മളിത് നിങ്ങൾ വെളുത്തുള്ളി ആക്കുകയാണെങ്കിൽ അങ്ങനെ, കുരുമുളക് ആക്കുകയാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലോട്ട് ഈ ചിക്കൻ കറി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുള്ളി ഇന്ന് ഇതിനകത്ത് വാട്ടി, ഈ തേങ്ങയും കൂടെ വാട്ടിയില്ല നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിക്കകത്ത് ചേർക്കും. അപ്പം കിട്ടുക്ക് ഗ്രേവിയാവും. വാ, കരിയാപ്പല നമ്മുടെ കുഞ്ഞുള്ളി പറഞ്ഞപ്പോൾ കളയിലേട്ടോ, ഉള്ളിക്കൊക്കെ ചെയ്യുമായിരുന്ന വിലയാണ്. അതുപോലെ ഇത് ഉള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ടേസ്റ്റ് വരില്ല. നമ്മുടെ ചിക്കനെ ശ്രദ്ധിച്ചാണ്, ചിക്കൻ ഒത്തിരി വെന്ത് പോയത്. ഒത്തിരി എന്താ ചിക്കൻ പൊടിയും, ചിക്കൻ ചേർന്ന് തീരാ വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ തേങ്ങ, ചെറുതായിട്ടത് കളർ മാറി, അത്ര മതി കേട്ടോ. അടി പിടിക്കാൻ നോക്കിക്കോണേ. ബാക്കി നമ്മൾ കറിക്കകത്തിരുമ്പോൾ സെറ്റാക്കും. ഇനി നമ്മളിത് മുളകായിട്ട് രണ്ടെണ്ണം. അപ്പോൾ അതിൻ്റെ കളർ മാറും. ഇതങ്ങോട്ട് വരുമ്പോൾ കറിയുടെ കളറും മാറും. ഓക്കെ, ഇത് നമ്മൾ മറ്റേ ചമ്മന്തി ഇല്ലേ, ചമ്മന്തി ഇടിച്ച് മറ്റേ ചുട്ടരയ്ക്കുന്ന ചമ്മന്തി. ഇപ്പോൾ ആ ചമ്മന്തിൻ്റെ ഒരു ടേസ്റ്റാണ്, ഒരു മണമാണ് വരുന്നത്. ഇത് നമ്മളിപ്പോൾ അതിനകത്തോട് ചേർത്ത് പിന്നെ നമ്മുടെ അലങ്കരിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കരിയാപ്പിലയും മല്ലിയിലയും കൂടെ ഇടുന്നു. പച്ച വെളിച്ചെണ്ണ ശകലം ഒഴിക്കുന്നു, ഒന്നാവി കയറ്റുന്നു, പരിപാടി തീർന്നു. നമ്മുടെ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, റെഡി. ചിക്കൻ വെന്തിട്ടുണ്ട്. ഒന്നോ നോക്കണോ? എന്തോ ഉണ്ടോ, വെള്ളം പറ്റി, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ. മൊത്തം ചേർക്കണം. ആ ചട്ടി ചൂടായതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഒക്കെ പിടിച്ചോ നടക്കണം കേട്ടോ, മറിച്ച് മേത്തൊന്നും ഇടല്ലേ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അലങ്കരിക്കാനുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ റെഡി. വേണ്ട, ഗ്രേവിയൊക്കെ നല്ല സെറ്റായി. നമ്മുടെ വെളിച്ചെണ്ണ, കളർഫുൾ. മല്ലിയിലൊക്കെ ആവശ്യത്തിന് ഇട്ടോണം കേട്ടോ. മല്ലിയിലയും കരിയാപ്പിലയും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുക. ഓക്കെ, ഇനി ഒന്ന് അടച്ചു വെച്ചോ. എൻ്റെ മോനെ, അടച്ച് ഒന്ന് ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആവി അങ്ങോട്ട് വീഴും. അങ്ങോട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുത്തൊരു പാത്രത്തിലോട്ട് ഇനി ടേസ്റ്റ് നോക്കിയിട്ടുള്ള കഥയുള്ളൂ ബാക്കി. എൻ്റെ മോനെ, സൂപ്പർ സ്മെല്ല് കിട്ടും. ചിക്കൻ എപ്പോഴും എല്ലും പീസ് കൂട്ടി കഴിക്കണം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ്. എടാ, കഷ്ണത്തിനേക്കാണ് ടേസ്റ്റ് ഗ്രേവി കേട്ടോ. ഓ, അസാധ്യം മോനെ. ആ തേങ്ങയും മുളകില്ല, നല്ല ചൂട് പൊരുവിനാന്നുള്ളൊരു പൊറോട്ട കാണാം കേട്ടോ. എടാ, ഒരു കഷ്ണം എനിക്കെന്താ, എൻ്റെ വായിൽ വെള്ളം വരുന്നു. കൊള്ളാം, ഇറച്ചില്ലേ? അടിപൊളി. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് കാണുമ്പോൾ പല അഭിപ്രായം പറയും, നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് പറയണം. ഇതേ കാണണം, ഇതുണ്ട് തേങ്ങയും ഉള്ളി മല്ലിയില അങ്ങനത്തെ സാധനം ഗ്രേവി കിടക്കുന്നുണ്ട്. അതെ മോനെ, ഈ ഗ്രേവി വാരിയ പൊറോട്ടയുടെ പീസോട് വെച്ച് കൊണ്ട് ഞുള്ളി എടുക്കണം. ഞുള്ളി എടുത്തേച്ച് എന്ത്